തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ. ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്ന ആരോപണവും രാഹുൽ ആവർത്തിച്ചു. അതേസമയം ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് കത്ത് നൽകി. വിശദാംശവുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കുറെ നാളായി തുടരുന്ന ആരോപണങ്ങൾ, ഒരുപക്ഷെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ തുടരുന്ന ആരോപണങ്ങൾ ഒരിക്കൽ കൂടി അതേ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൃത്യമായ തെളിവുകളില്ല. ഇത്തവണ കർണാടകയിലും വലിയ ക്രമക്കേട് ആരോപിക്കുകയാണ് രാഹുൽ. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ തെളിവ് സഹിതം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വിവരങ്ങൾ. നീലിമ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒടുവിൽ രാഹുൽ ഗാന്ധി ആ ആറ്റം ബോംബ് പ്രയോഗിച്ചു. പക്ഷേ കരക്കാർക്കത് തോന്നിയത് നനഞ്ഞ പടക്കമായാണ്. അതാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കേണ്ടത്. മുൻപ് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ വാദങ്ങൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടും ഒരു മൊഴി പോലും കൊടുക്കാതെ ഒളിച്ചോടിയ നടപടികൾ, ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ഇന്ന് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ 40,000-ത്തിലധികം വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർമാരുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ആരോപണം കോടതിക്ക് മുൻപിൽ നിയമപരമായി തെളിയിക്കണമെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നോട്ടീസും അയച്ചിട്ടുണ്ട് ഇത് തെളിയിക്കാൻ. അത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും മറുപടിയും എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി എന്താണ് അതിന് മറുപടി നൽകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നതിൽ കോൺഗ്രസിന്റെ പ്രത്യേക സംഘം വിശദമായ പരിശോധന നടത്തി എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. മഹാരാഷ്ട്രയിൽ ജയിച്ചത്, ഹരിയാനയിൽ ജയിച്ചത്, ഡൽഹിയിൽ ജയിച്ചത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. പക്ഷെ തെലങ്കാനയിൽ ജയിച്ചതും ജാർഖണ്ഡിൽ ജയിച്ചതും ജമ്മു കശ്മീരിൽ ജയിച്ചതും അട്ടിമറിയല്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണണം. ബാക്കി BJP ജയിച്ചിടത്തെല്ലാം അട്ടിമറിയും, കോൺഗ്രസ് ജയിച്ചിടത്തെല്ലാം വളരെ മികച്ച വോട്ടർ പട്ടികയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പത്രക്കാരോട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചൈന ഇന്ത്യയുടെ അതിർത്തി മാന്തിക്കൊണ്ടുപോയി എന്നൊരു പ്രസ്താവന നടത്തി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ തെളിവ് ഹാജരാക്കാൻ കഴിയാതിരുന്ന രാഹുൽ ഗാന്ധിയോട് നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് പോലും സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ എറിഞ്ഞിട്ടോടുക അല്ലെങ്കിൽ അടിച്ചിട്ടോടുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഒരു തെളിവും ഹാജരാക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും അതിന്റെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.